ഇന്റർനാഷണൽ ഡിസൈനിന്റെ ഇൻപുട്ട് എന്താണ് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ ശരി? ഇന്റർനാഷണൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ലാൻഡിന് ഒരു സ്കേർസിറ്റി ഉള്ള സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ അബ്രോഡിൽ കാണുക. അപ്പോൾ അവിടെ വില്ല ഡിസൈൻസ് വിൽ ബി കോമ്പാക്ട് ആൻഡ് അവിടെ ലാൻഡ് യൂസേജ് പാറ്റേൺ വിൽ ബി വെരി ഗുഡ്. അപ്പോൾ ഞാനൊരു വില്ല അവിടെ കാണിക്കാം. അതിൻ്റെ ആ ഒരു വില്ലയുടെ ഔട്ട്ലുക്ക് തന്നെ ഒരു ഇന്റർനാഷണൽ ഔട്ട്ലുക്കാണ്. ഈ കഴിഞ്ഞ കാലത്ത് കോമ്പറ്റീഷനും ബ്രാൻഡ് നോളജുകളും വളരെയധികം വന്നതുകൊണ്ട് കുറച്ചുകൂടെ ചൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു ടിപ്പിക്കൽ കസ്റ്റമർ ഇന്ററാക്ഷൻ ഓൺ സെല്ലിങ്ങിൽ ബ്രാൻഡിങ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി 5 കൊല്ലമായിട്ട് ആണ് കൂടുതൽ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ബ്രാൻഡിങ് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെയിം ഫ്ലാറ്റ് തന്നെ സെയിം ക്വാളിറ്റി തന്നെ ഈ ബ്രാൻഡഡ് ഹൗസിൽ താമസിക്കുകയാണെങ്കിൽ വിൽ ബി ഓൾവേസ് പ്രൗഡ്. വില്ല പോലുള്ള വളരെ ഹൈലി പ്രൈസ്ഡ് ആയിട്ടുള്ള വളരെ പ്രീമിയം പ്രോഡക്റ്റിലോട്ട് പോയപ്പോൾ കാരണം ഹൈലി പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പൊസിഷൻ ചെയ്യുമ്പോൾ ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വരിക അതൊക്കെ എത്രത്തോളം നമ്മൾ സെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രൈസിൻ്റെ അല്ലായിരുന്നു പ്രശ്നം. ഒന്ന് നല്ലൊരു കമ്പനി ആവുക, ഒരു നല്ലൊരു ഒരു പ്രൊഫൈലിലെ ബിൽഡേഴ്സ് ഒന്നായിരിക്കുക, പിന്നെ അവരുടെ ക്വാളിറ്റി നാട്ടിലെല്ലാവർക്കും അറിയാം. അല്ല നല്ല ബിൽഡേഴ്സിൻ്റെ ക്വാളിറ്റി അതാണ് ആൾക്കാർ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സ് അടുത്ത മാസങ്ങളിൽ എന്താണ് നിങ്ങൾ മാർക്കറ്റിനെ ഫോർസ് ചെയ്യുന്നത്? എന്താണ് foreseeing is more innovative products like any item, car ആയാലും പ്ലെയിൻ ആയാലും നിങ്ങൾ ഇത് more innovative products മാർക്കറ്റിൽ കൊണ്ടുവരിക. Luckily we were one of the first to bring more innovative products in the market.